പ്രിയപ്പെട്ടവരെ, എറണാകുളത്ത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഗർഭിണിയെ ആക്രമിച്ച CI പ്രതാപചന്ദ്രനെതിരെ കൂടുതൽ വകുപ്പുതല നടപടി വരുമോ എന്നതാണ് ചോദ്യം. കേസെടുക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയരുന്നു. പ്രതാപചന്ദ്രന് ആനുകൂല്യങ്ങൾ നൽകാതെയുള്ള പിരിച്ചുവിടലടക്കം പരിഗണനയിലുണ്ട്. സംഭവ സമയം സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റു പോലീസുകാർക്കെതിരെയും നടപടി വേണമെന്നാണ് ഷൈമോളുടെ ആവശ്യം. ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, വെരി ഗുഡ് മോർണിംഗ് ശരൺ. നമ്മുടെ കൺമുന്നിൽ കണ്ടതാണ് ഈ CI പ്രതാപചന്ദ്രൻ നായർ ഈ പെൺകുട്ടിയുടെ മുഖത്തടിക്കുന്നത്. അത് എല്ലാ ദൃശ്യങ്ങളിലും ഉണ്ടായിട്ടും ഇത്രയും സമയമായിട്ട് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങുകയാണ്. കഴിഞ്ഞ 2024 ജൂൺ മാസത്തിൽ നടന്ന സംഭവമാണ്. 1.5 വർഷം കഴിഞ്ഞു. നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ശരൺ? അതോ മറ്റെല്ലാ സംഭവത്തിലെ പോലെ, പീച്ചി സംഭവം പോലെ, തൃശ്ശൂരിലെ ചാവക്കാട്ടെ സംഭവം പോലെ ഇതൊക്കെ ഒതുങ്ങി തീർക്കൂ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും അത്തരത്തിൽ കാര്യങ്ങൾ ഒതുക്കി തീർക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്നതിനെ കാണണം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് CCTV ദൃശ്യം തന്നെയാണ്. ആ CCTV ദൃശ്യം ഇതിനകം തന്നെ നമുക്ക് മുന്നിലുണ്ട്. ഇനി സ്വാഭാവികമായിട്ട് സർക്കാരിനെ സംബന്ധിച്ച്, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നതിൽ മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. നിലവിൽ ഈ പ്രതാപചന്ദ്രൻ സസ്പെൻഷനിലാണ്. കൂടുതൽ അച്ചടക്ക നടപടികളുടെ ഭാഗമായിട്ടാണ് ഒരു വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് എറണാകുളം നാർക്കോട്ടിക്സ് ACP ആയ അബ്ദുൾ സലാമിനാണ്. അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓർഡർ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓർഡർ ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികളിലേക്ക് കടക്കും. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതാപചന്ദ്രനെ മെമ്മോ ഇഷ്യൂ ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കും. അങ്ങനെ മെമ്മോ ഇഷ്യൂ ചെയ്തുകൊണ്ട് വിശദീകരണം തേടും. ഇതോടൊപ്പം തന്നെ പരാതിക്കാരിയായ ഷൈമോളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. അതിനുശേഷമാണ് റിപ്പോർട്ട് നൽകുക. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടികളിലേക്ക് കടക്കുക. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതാപചന്ദ്രൻ മാത്രമല്ല മറ്റൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും ഷൈമോളെ മർദ്ദിക്കുന്നത് ആ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം കൂടി ഷൈമോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെയാണ് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയെ സമീപിക്കാൻ ഷൈമോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ അവർ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയെ സമീപിച്ചുകൊണ്ട് ഈ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടും. നേരത്തെ തന്നെ കോടതിയെ സമീപിച്ചിരുന്നതാണ്. എറണാകുളം ACJM കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് ഷൈമോൾ ആവശ്യപ്പെട്ടിരുന്നു. അത് വകുപ്പ് തല, അതായത് മജിസ്ട്രേറ്റ് തല അന്വേഷണമാണ് ആവശ്യപ്പെട്ടിരുന്നത്. അത് പരിഗണിക്കുന്നത്, ആ ഹർജി പരിഗണിക്കുന്ന അടുത്ത മാസം 17 കോടതി മാറ്റിയിട്ടുണ്ട്. താങ്ക് യു ശരൺ.